രംഗരസ്യം ശരിക്കും ഭയങ്കരമായിട്ട് എന്നെ പിടിച്ച് എന്നെ സ്വാധീനിച്ചൊരു പടമാണ്. ഇപ്പോൾ രാജാ രവിവർമ്മയെക്കുറിച്ചുള്ളൊരു പടമാണ് രംഗരസ്യ. അപ്പോൾ അതിനൊരു പറ്റിയ ഒരു സംഗതി എന്ന് പറയുമ്പോൾ ഈ എൻ്റെ ഒരു നിലപാടിൽ ഇപ്പോൾ രാജാ രവിവർമ്മയുടെ പല ബന്ധങ്ങളും വിവാഹേതര ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ആ ഫിലിമിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഒരു മോഡലുമായിട്ടുള്ള ബന്ധം മറ്റുമൊക്കെ. പക്ഷേ അതിനെതിരായിട്ട് പിന്നെ കോടതി കേസ് വരികയാണ് ചെയ്തത്. അപ്പോൾ ഞാനായിരുന്നു ആദ്യം ഇതിനെക്കുറിച്ച് ഇവിടെ കലാകൗമുദിൽ റിവ്യൂ എഴുതുന്നത് ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ. അപ്പോൾ അത് അതിമനോഹരമായിട്ടാണ് ഒരു എനിക്ക് തോന്നുന്നൊരു പോളിഷ് സമിതി, അതായത് ഈസ്റ്റേൺ യൂറോപ്പിലെ ഒരു സിനിമാറ്റോഗ്രാഫറാണ് അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അതിമനോഹരമാണ്. പ്രത്യേകിച്ച് ഒരു ചിത്രകലയെക്കുറിച്ചുള്ള ഒരു പടം അത് അത്രയും ആകർഷകമായിട്ട് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ പിന്നീട് ഇപ്പോൾ ഈ പിന്നീടുണ്ടായ പല രാഷ്ട്രീയ മായിട്ടുള്ള മാറ്റങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ആ പടത്തിൻ്റെ പ്രമേയം ഇപ്പോൾ രാജാ രവിവർമ്മയെ ഇപ്പോൾ ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതിനെ അപമാനിച്ചു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ രാജാ രവിവർമ്മ കോടതിയിൽ പറയുന്ന സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാജാ രവിവർമ്മ എന്നിട്ട് രാജാ രവിവർമ്മ കോർട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് ഈ അവരുടെ മോഡലായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്ന സ്ത്രീ കോടതിയിൽ വന്നിട്ട് സംസാരിക്കുകയാണ്. രാജാ രവിവർമ്മയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് കോടതിയിൽ വന്ന് സംസാരിക്കുകയാണ് ഈ സ്ത്രീ. അത് ആ പടത്തിൽ വരുന്ന മറ്റൊരു കാര്യമാണ്. പക്ഷേ ആ പടം ഈ ചരിത്രപരമായിട്ട് ആദ്യമായിട്ട് ഒരാളിന് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഒരാൾ കോടതി കയറുന്ന ആദ്യ സംഭവം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുണ്ട്. അതിൽ രാജാ രവിവർമ്മ കോടതിയിൽ അതിശക്തമായിട്ട് അതിനെ വാദിക്കുന്നത് ഇപ്പോൾ ഖജുരാഹോയിലെയും മറ്റും ശില്പങ്ങൾ നഗ്നത നമ്മളെ ഏത് രീതിക്കാണ് കൊണ്ടുപോകുന്നത്, അത് നമ്മളതിൽ ശരിക്കും നമ്മുടെ ഈ ലൈംഗികതയെക്കുറിച്ചുള്ള ചിന്താഗതി ശരിക്കും നമ്മളതിൽ ആസ്വദിക്കുകയാണ്, അതാണ് നമ്മുടെ കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിഗംഭീരമായ പ്രസംഗമല്ല, കോടതിയിൽ അദ്ദേഹത്തിൻ്റെ വാദം അതൊക്കെ നല്ലവണ്ണം പടത്തിൽ വരുന്നുണ്ട്. പിന്നെ മനോഹരമായിട്ടാണ് ആ ചിത്രം എടുത്തിരിക്കുന്നത്, അതിമനോഹരമായ ചിത്രമാണ്. പക്ഷേ ഈ കോടതി കേസൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആ സമയത്ത് പോയി. പക്ഷേ ഇപ്പോഴും പിന്നെ ഇതിൽ വന്നിട്ട് ഈ നെറ്റ്ഫ്ലിക്സിലൊക്കെ വന്നല്ലോ, അതിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് അത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കോടതി കേസൊന്നും കൊണ്ട് എനിക്ക് തന്നെ ഒരു ഫോൺ കോൾ വന്നിരുന്നു. ഈ കിളിമാനൂർ രാജ കൊട്ടാരത്തിൽ നിന്നൊരു ഒരു ടെലിഫോൺ കോൾ വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് മലയാളത്തിൽ ഈ പടത്തെക്കുറിച്ച് എഴുതിയത് ഞാനാണ്. അപ്പോൾ അവർക്ക് ഈ പടത്തെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ വേണമെന്ന് പറയും. ഞാൻ പറയും എന്തിനാണത്? അത് അല്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു കേസുണ്ട്, അതിനുവേണ്ടി ഉപയോഗിക്കാം. ഞാൻ പറയും എൻ്റെ ആർട്ടിക്കിൾ തരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് രാജാ രവിവർമ്മയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത ഒരാളിനെ അതേ കാര്യം പറഞ്ഞിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങളത് ഈ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രാജാ രവിവർമ്മയെ അപമാനിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥം നേരെ തിരിച്ചാണ്. രാജാ രവിവർമ്മയ്ക്ക് രാജാ രവിവർമ്മയ്ക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ള ഒരു പ്രശ്നമേ അല്ല. അത് മനു എസ് പിള്ളയുടെ പുസ്തകമൊക്കെ വായിച്ചു നോക്കിയാൽ എത്രയോ റെഫറൻസ് അതിൽ ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മനു എസ് പിള്ളയെ അവർക്ക് കോടതിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം മനു എസ് പിള്ള കൃത്യമായിട്ട് അവസാനം 100 പേജ് അവസാനം ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട് എവിടെ നിന്നാണ് ഇത് എടുത്തതെന്ന്. അപ്പോൾ മനു എസ് പിള്ളയെ അവർക്ക് തൊടാൻ പറ്റത്തില്ല. പക്ഷേ കേതൻ മേത്തയുടെ പടത്തിനെതിരായിട്ട് കൊടുത്ത് ആ പടത്തിൻ്റെ തിയേറ്റർ റിലീസിൻ്റെ കാര്യത്തിൽ ഒരു പ്രതികൂലമായ ഇത് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ ആ പടം ഇൻ്റർനാഷണലായിട്ടും ഈ OTT പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കോടിക്കണക്കിന് ആളുകളടുത്ത് ഇപ്പോൾ നോക്കി അറിയാം എത്ര ആളിലാണത് കണ്ടിരിക്കുന്നത്.